ഗായ്സ്, അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്കൊരു ബിരിയാണി വെച്ചാലോ? ഒരു ബിരിയാണി വെക്കണമെങ്കിൽ ഒരു ബിരിയാണീൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ എൻ്റെ ബിരിയാണി എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുക്കണത്. അപ്പം ഞാൻ വെക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല ചിക്കനിൽ മുളകും ഉപ്പും തൈരും ഒഴിച്ച് പിടിപ്പിക്കാനായിട്ട് ആദ്യമേ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആദ്യം കാണിച്ചില്ലേ പച്ചക്കറികൾ 1 കിലോയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതിനുള്ള അളവുകളൊന്നും പോലെ പറഞ്ഞു തരാനും അറിയില്ല. ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ യഥേഷ്ടം അങ്ങോട്ട് ഇട്ട് വെച്ചോളെന്നും പറയുന്നില്ല. ഒക്കെ എല്ലാത്തിനും ഒരു അളവുണ്ട്. ഒക്കെ കുറച്ചിട്ട് കുറച്ച് വെച്ചുപിടി. എന്തിപ്പോൾ എങ്ങനെ പറയുന്നത് ഞാൻ? ഇത് ഇത്ര സവോള ഇത്ര തക്കാളി എന്നൊന്നും പറയണില്ല. ഒക്കെ തോന്നുന്ന പോലെ അങ്ങോട്ട് ഇട്ടുക. എല്ലാം കൂടി ഇങ്ങനെ ഇളക്കിയ ഒരു ബിരിയാണി ആകും കേട്ടാ. ഇതെന്ത്രപ്പ ഇങ്ങനത്തെ ഒരു വ്ളോഗർ എന്ന് വിചാരിക്കണ്ട. കുറച്ച് കോമഡി നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ആഡ് ഉണ്ടാകും. അങ്ങനെ ഞാൻ എൻ്റെ ബിരിയാണി വെക്കുമ്പോൾ നന്നായിട്ട് ഉള്ളി നല്ല ചുവക്കനെ വറുക്കും കേട്ടോ. ഈ ചുവക്കനെ ചുവന്നാകുന്നതാണ് നമ്മുടെ ചോറിൻ്റെ കളറിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് കഴിഞ്ഞതും തക്കാളിയാണ് ഇടേണ്ടത്. തക്കാളി മുറിച്ചായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു സ്ലോ മോഷനാണെന്ന്. അതുകൊണ്ട് തക്കാളി മുറിച്ചാകാത്തത് കൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അങ്ങോട്ട് തട്ടിയിട്ട് ഇതൊക്കെ വഴറ്റി വരട്ടെ. അപ്പോഴേക്കും തക്കാളി ഇഞ്ചിയും ഇട്ടു കേട്ടോ. ഇഞ്ചി ഇട്ട് പുതിനയും മല്ലി ഇട്ടു. എന്നിട്ടാണ് ഞാൻ തക്കാളി മുറിച്ച് കഴിഞ്ഞത്. അപ്പോൾ ആ തക്കാളിനെയും ഇട്ട് നല്ല തൈരൊക്കെ ഒഴിച്ച് ഒരു ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. എൻ്റെ ബിരിയാണിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് നമ്മൾ സമാധാനത്തിലാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. തക്കാളിയൊക്കെ കുറച്ചും കൂടി വഴറ്റണം. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ രാവിലെയൊക്കെ മെല്ലെ ഉറങ്ങി വെച്ചിട്ടേ അതന്നെ ഒന്നും പറയണ്ട. അതൊക്കെ കഥകളൊക്കെ കേട്ട പിന്നെ നിറയെ പറയാനുണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ തക്കാളി ഇട്ട് പിന്നെ എന്താ ഞാൻ ചെയ്ത ഇടയിൽ അരി ഒന്ന് കുതിരാൻ വെച്ചത് കാണിച്ചു. പിന്നെ തൈര് ഒഴിച്ചു, പുതിന ഇട്ടു, മല്ലിയില ഇട്ടു. അതന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതിന മല്ലിയില ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ ഓം ക്രീം പറഞ്ഞ് ഓരോന്ന് അവർ വെള്ളം ഇടുന്ന പോലെ നമ്മളിങ്ങനെ മല്ലിയില ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ ഓം ക്രീം പറഞ്ഞിട്ട് ആരും ഇടണ്ട, ഞാൻ വെറുതെ ഡയലോഗിന് പറഞ്ഞതാണ്. എന്നിട്ടാണ് നമ്മൾ ഈ നല്ല പുളിച്ച് നല്ല ടേസ്റ്റായിട്ട് പിടിച്ച് നിൽക്കണ ഈ ചിക്കൻ ഇതിലിട്ടാൽ നല്ല ഇറച്ചിയിലൊക്കെ നല്ല പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി. ഇത് തിന്നിട്ട് പോയ ഞായറാഴ്ച ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ഒരു കൊതി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച അതിൻ്റെ ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഫംഗ്ഷനുണ്ട്, പോകണം. പോയ ഒരു ചോറ് കിട്ടും. അപ്പോൾ അതാണ് അളവ്. ഈ പാത്രത്തിന് പാത്രം. ഈ പാത്രത്തിന് ഒരു പാത്രമാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ അതിന് 1.5 പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ അളവെടുത്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് ജീരകശാല അരിക്ക് 1:1.5 വെള്ളം വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നാരങ്ങ നീര് ആ വെള്ളത്തിൽ പിഴിഞ്ഞ് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ചോറ് അരിയൊക്കെ നമുക്ക് ഒന്നോടൊന്നും ഒട്ടാതെ നല്ല പുലുപ്പലാന്ന് കിട്ടണത്. പിന്നെ ഒരു പിടി കല്ലിപ്പം കൂടെ വാരിയിടും. എനിക്ക് ഒരു കൈ അളവാണ് കേട്ടോ. എൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ അളവ്. 1 കിലോക്ക് 1 കൈ അളവാണ് എൻ്റെ. 1 കിലോക്ക് 1 കൈ നിറയെ വെളുത്തുള്ളി, 1 കൈ നിറയെ ഇഞ്ചി, 1 കൈ നിറയെ ചെറിയ ഉള്ളി. പിന്നെ സവാള തക്കാളിയൊക്കെ ആവശ്യത്തിന് എടുത്തോളൂ. ഒരു 5 തക്കാളിയോ അല്ലെങ്കിൽ നല്ല വലുതാണെങ്കിൽ 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം അങ്ങനെയൊക്കെ എടുത്തിട്ടാൽ മതി കേട്ടോ. നന്നായിട്ടുണ്ടാവും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കറക്റ്റ് വേവിന് നന്നായി കിണ്ടിയിട്ട് നല്ല അങ്ങോട്ട് ഇളക്കിയിട്ട് നല്ല പ്ലേറ്റിലിട്ട് തിന്നാൽ നല്ല സുട ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഇനി കുറച്ച് ചില്ലിയൊക്കെ വറുത്ത് തിന്നാൽ സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ ബിരിയാണീൻ്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതാണ് എൻ്റെ അളവ് കേട്ടോ.